ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ക്രിസ്മസ് ആയിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ബീച്ചിലോട്ടൊന്ന് പോയിരുന്നു. അപ്പോൾ ഇവാനയ്ക്ക് ബീച്ച് കണ്ടിട്ട് കുറേ നാളായി എന്ന് പറഞ്ഞപ്പോൾ തൊട്ടടുത്തുള്ള ഒരു ബീച്ചിലോട്ട് പോയതാണ്. അപ്പോൾ നമ്മുടെ ചെറായി ബീച്ചും സ്നേഹതീരം ബീച്ചും ചാവക്കാട് ബീച്ചൊക്കെ ഒരുപാട് ദൂരം അകലെയാണ്, അഴീക്കോട് ബീച്ചൊക്കെ. അപ്പോൾ ഈ ഒരു ബീച്ചിലോട്ട് പോയിട്ട് വരാൻ 1 മണിക്കൂർ ടൈം മതി. അപ്പോൾ കുറച്ച് നേരം അവിടെ പോയി ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് വരാമെന്ന് കരുതി. ഇവാനെ ബീച്ചിൽ പോകുന്ന ആ ഒരു ആകാംക്ഷയിലും സന്തോഷത്തിലും ഒക്കെ തന്നെ വീട്ടിൽ വെച്ചിട്ട് തന്നെ ബീച്ചിലോട്ടുള്ള എല്ലാ ഡ്രസ്സും തലയിലുള്ള ക്യാപ്പും കാര്യങ്ങളൊക്കെ തന്നെ സെറ്റ് ചെയ്തിട്ടാണ് കാറിൽ വന്നത്. അങ്ങനെ വീട്ടിൽ നമ്മുടെ ബീച്ചിലെത്തി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കുറച്ച് സ്ഥലമൊക്കെ അവൾ അവിടെ വാങ്ങിച്ച് അവൾ എന്തൊക്കെയോ അവിടെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കിട്ടിയ ഒരു ശംഖായിരുന്നു ഇത്. വീട്ടിലെത്തി കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ഈ ശംഖിനുള്ളിൽ ജീവനുള്ളത് കാണുന്നത്. അപ്പോൾ ഇത്രയും അടുത്ത് ആദ്യമായിട്ടാണ് ശംഖിന് ജീവനുള്ള ശംഖ് കിട്ടുന്നതും കാണുന്നതും. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്താട്ടോ. അപ്പോൾ നിങ്ങളിത് മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ദിസ് ഇസ് ധന്യ സോണി ആൻഡ് വെൽക്കം ടു അവർ ധന്യാസ് വേൾഡ്. അപ്പോൾ ഈ ഒരു ബീച്ചിലോട്ട് നമ്മൾ തൊട്ട് മുമ്പത്തെ ദിവസം വേറൊരു ദിവസം പോയിരുന്നു. അന്നും ഈ ഒരു ബീച്ചിൻ്റെ വീഡിയോസും കാര്യങ്ങളും തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് തൃശ്ശൂർ ജില്ലയിലെ 3 പീടികയിലുള്ള ബീച്ചാണ്. അധികം അത് ആൾക്കാർ എത്തി തുടങ്ങിയ ഒരു ബീച്ചൊന്നുമല്ല. വളരെ ശാന്തമായിട്ട് നമുക്കൊന്ന് കാമാൻ ക്വയറ്റായിട്ടിരിക്കാനും ശാന്തമായിട്ടിരിക്കാനും ഒച്ചയും ബഹളമൊന്നും ഇല്ലാണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു ബീച്ചാണ്. അപ്പോൾ ഇവിടെ എത്തിയത് മണൽ വാരി അവളുടെ കളിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എനിക്കിവിടെ നല്ല കാറ്റുണ്ട്. അതുപോലെ ഒരുപാട് ഒച്ചയും ബഹളമൊന്നും ഇല്ല, വളരെ കുറച്ച് പേരേ ഉള്ളൂ. പിന്നെ ബീച്ചിലോട്ട് നമ്മൾ എത്തിയപ്പോൾ ഫസ്റ്റ് എത്തിയത് നമ്മളാണ്. കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോഴും ആദ്യം എത്തിയത് നമ്മളാണ്. അപ്പോൾ കുറച്ച് നേരത്തെ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് അധികം ഇരുട്ടാവുന്നതിന് മുമ്പ് തിരിച്ച് വീട്ടിലോട്ട് വരാമല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ കുറച്ച് നേരത്തെ പോയതാണ്. അപ്പോൾ അവൾക്ക് കുറച്ച് അധികം നേരം കളിക്കും വേണമെന്നും പറഞ്ഞു. അങ്ങനെ കുറേ നേരം മണ്ണിലിരുന്ന് കളിച്ചു. അതിന് ശേഷമാണ് കടലിലോട്ട് ഇറങ്ങിയത്. കടലിൽ പോവും, വെള്ളം എടുത്ത് കൊണ്ടുവരും. ഇവിടെ എന്തൊക്കെയോ ബിൽഡിങ്ങും എന്തോ ടി വിയിൽ കണ്ട ഒരു കാര്യമൊക്കെയാണെന്ന് പറഞ്ഞ് അവളവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം ഞാനും സഹായിച്ചൊക്കെ കൊടുത്തു. മണ്ണ് വാരാനും മണ്ണിട്ട് കൊടുക്കാനും ഒക്കെ സഹായിച്ചിട്ട് കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴേക്കും അവിടെ വഞ്ചി കടലിലോട്ട് ഇറക്കാനുള്ള ചേട്ടന്മാർ വന്ന് അതൊക്കെ അറേഞ്ച് ചെയ്ത് വഞ്ചി കടലിലോട്ട് ഇറക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഫോട്ടോസും വീഡിയോസും റീൽസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ബീച്ചിൽ ചെന്ന് ഇതുപോലെ ശാന്തമായിട്ടിരിക്കാനും നമുക്ക് നല്ലൊരു സന്തോഷം കിട്ടുന്നൊരു കാര്യം തന്നെ. കുറേ നേരം മറ്റുള്ളവർ ഇങ്ങനെ കളിക്കുന്നത് കണ്ടിരിക്കാനും കുട്ടികൾ കളിക്കുന്നത് കണ്ടിരിക്കാനും അതുപോലെ നല്ലൊരു കാറ്റൊക്കെ കൊണ്ട് ശാന്തമായിട്ടിരിക്കാനും പറ്റിയിട്ടുള്ള നല്ലൊരു ബീച്ച്. അപ്പോൾ ബീച്ചിൽ പോകാനും കാണാനും ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്തോളൂ. റെക്കോർഡ് ചെയ്തിരുന്ന സമയത്ത് നമ്മൾ ബീച്ചിൻ്റെ പേര് ഞാൻ മറന്നുപോയി. നമ്മൾ എന്തായാലും പേര് ഇവിടെ താഴത്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജായ ധന്യ സോണി എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടായിരുന്നു നമ്മുടെ ഈ അവർ ധന്യാസ് വേൾഡ് എന്ന ചാനലിൻ്റെ ഒരു വിജയം. ഈ ഒരു സന്തോഷം എനിക്ക് കിട്ടിയത് നിങ്ങൾ ഓരോരുത്തരും കാരണമാണ്. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഇവാനിയുടെ ഓരോ കളിയും ചിരിയും ഞാനിങ്ങനെ വീഡിയോസായിട്ട് ഒപ്പിയെടുത്തതാണ്. അപ്പോൾ അതൊന്നും ഡിലീറ്റ് ചെയ്ത് കളയാൻ തോന്നില്ല. എല്ലാം ഭാവിയിൽ നമുക്കതൊരു ഓർമ്മയായിട്ട് കാണാനും ഒക്കെ ഒരു സന്തോഷമുള്ള കാര്യമില്ലേ. അപ്പോൾ ഞാനിങ്ങനെ എല്ലാ വീഡിയോസുകളും തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ടൈമുള്ളൊരു വീഡിയോ ഫുള്ളായിട്ട് കാണാം, സപ്പോർട്ട് ചെയ്യാം. ഇതുവരെ സപ്പോർട്ട് കണ്ട എല്ലാവർക്കും താങ്ക് യു.
അത്യാവശ്യം ആൾക്കാരൊക്കെ ഇപ്പോൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഇരുട്ടായി തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ബീച്ചിൽ നിന്ന് റിട്ടേൺ നമ്മുടെ വീട്ടിലോട്ട് പോന്നു. അപ്പോൾ ഞാൻ കുളിപ്പിച്ചത് അവളെ ഡ്രസ്സൊക്കെ മാറ്റിയതിന് ശേഷം അവളെ ഞാൻ കാറിൽ കയറ്റി. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിലേക്ക് കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യാൻ കൂടി മറക്കരുത്. ഓക്കെ, ബൈ.